ഭാരതത്തിലെ വനിതാ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാൻ വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങളുമായി നരേന്ദ്രമോദി സർക്കാർ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാമൂഹിക സുരക്ഷാ കോഡ് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് മികച്ച സംരക്ഷണമാണ് നൽകുന്നതെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്ദലജെ വ്യക്തമാക്കി. രാജ്യസഭയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ചരിത്രപരമായ തൊഴിൽ പരിഷ്കാരങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചത്. നാരീശക്തിക്ക് പരമപ്രധാനമായ മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്ക് പൂർണ്ണ സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പാക്കുകയാണ്. രാജ്യസഭയിൽ സംസാരിക്കവെയാണ് പുതിയ തൊഴിൽ കോഡിലെ ചരിത്രപരമായ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ മാനദണ്ഡങ്ങൾ കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജെ വിശദീകരിച്ചത്. पहली बार महिला किसी भी इंडस्ट्री में काम कर सकती है, नई ड्यूटी भी कर सकती है, मगर उसका सुरक्षित का कायम रखना एंड उसका सुरक्षित के लिए ध्यान रखना, ऐसा भी प्रोविजन हम रखे हैं सर। मेडिकल बोनस हम 3500 दे रहे हैं, नर्सिंग ब्रेक्स हम दे रहे हैं, ऐसे महिला का बच्चे के लिए क्रेश फैसिलिटी भी इंडस्ट्री का तहत और वर्किंग प्लेस में हम दे रही है. പ്രസവാവധി, വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനുള്ള വർക്ക് ഫ്രം ഹോം സൗകര്യങ്ങൾ, സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കായുള്ള ക്രഷ് സൗകര്യങ്ങൾ എന്നിവ നിയമപരമായി ഉറപ്പു നൽകുന്നതാണ് പുതിയ സാമൂഹിക സുരക്ഷാ കോഡ്. മുൻപ് സംഘടിത മേഖലയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആനുകൂല്യങ്ങൾ എല്ലാ മേഖലയിലെയും വനിതാ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ. ഭാരതത്തിന്റെ സാമ്പത്തിക കുതിപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും കുടുംബവും ജോലിയും ഒരേപോലെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹായിക്കുന്ന അന്തരീക്ഷമാണ് കേന്ദ്ര ഭരണകൂടം സൃഷ്ടിക്കുന്നത്. അസംഘടിത മേഖലയിലെ ദശലക്ഷക്കണക്കിന് വനിതാ തൊഴിലാളികൾക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്ന തരത്തിൽ കർഷകരും തൊഴിലാളികളുമായ വനിതകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കഴിഞ്ഞത് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി തെളിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തെ തൊഴിൽ സംസ്കാരത്തിൽ വലിയ മാറ്റത്തിന് വഴി തുറക്കും. ജനം, ഡൽഹി.